പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ ഉടൻ പുറത്തിറങ്ങും. റിലീസ് ഓർഡർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. സിപിഐഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സതീഷ് ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ജയിലിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, റിലീസ് ഓർഡർ ജയിലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴേക്ക് പുറത്തിറങ്ങും? വലിയ സ്വീകരണമൊരുക്കാൻ കാത്തു നിൽക്കുന്നു സിപിഐഎം. അതിൽ തന്നെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ജയിലിന് മുന്നിലേക്ക് എത്തുന്നു. എന്താണ് പുതിയ വിവരങ്ങൾ, അരുൺ പൂപ്പറമ്പ? അറിയിച്ചിട്ട് നേതാക്കൾക്കൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തകരും കാസർഗോഡ് നിന്നുള്ള കൂടുതൽ പ്രവർത്തകരും അല്പസമയം മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ റിലീസ് ഓർഡർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. സൂപ്രണ്ട് ഇതുവരെ ജയിലിൽ എത്തിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അല്പം ഈ നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുക. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കാസർഗോഡ് വന്നിട്ടുള്ള CPM-ന്റെ നേതാക്കളും പ്രവർത്തകരൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ജയിലിന് മുന്നിൽ എന്തായാലും പ്രതികൾക്ക് സ്വീകരണം നൽകും എന്ന് ഇതിനകം തന്നെ പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കളും പാർട്ടി പ്രവർത്തകരൊക്കെയാണ് ഇപ്പോൾ ഈ ജയിലിന് മുന്നിൽ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികൾ ഉടൻ പുറത്തിറങ്ങും. റിലീസ് ഓർഡർ കണ്ണൂർ സെൻട്രൽ ജയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാന നേതാക്കൾ, ഒപ്പം തന്നെ പ്രവർത്തകർ ജയിലിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ജയിലിന് പുറത്തിറങ്ങുന്ന പ്രതികൾക്ക് വലിയ സ്വീകരണം നഗരത്തിലും ജയിലിന് മുന്നിലും ഒരുക്കാനാണ് CPIM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കള്ളക്കേസിൽ CPIM നേതാക്കളെ കുടുക്കിയതിനെതിരെ ഏതറ്റം വരെയും പോകും എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഘട്ടത്തിൽ CPIM നൽകുന്ന രാഷ്ട്രീയ പിന്തുണ, അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസും ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ കുടുംബവും ഉയർത്തുന്ന പശ്ചാത്തലം കൂടിയാണ്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP സതീഷ് ചന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നത് പരിഹരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പ, തുടരാം. അറിയിച്ചിട്ട് എന്തായാലും നേതാക്കളും പ്രവർത്തകരൊക്കെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഈ റിലീസ് ഓർഡർ എത്തിച്ചിട്ടുണ്ട്, ജയിലിൽ എന്തായാലും എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ജയിലിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഈ പ്രതികൾ പുറത്തിറങ്ങുക. എന്തായാലും വലിയ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്, ജയിലിന് മുന്നിൽ വലിയ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്തായാലും CPIM തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ കാഞ്ഞങ്ങാട് നഗരത്തിലും ഇത്തരത്തിലുള്ള സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് പ്രാദേശികമായി എടുത്ത തീരുമാനമാണ്. ജില്ലാ നേതാക്കൾ ഇടപെട്ട് ആ തീരുമാനം അത്തരത്തിലൊരു സ്വീകരണം നൽകേണ്ടതില്ല, വലിയ പരിപാടികൾ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എന്തായാലും എത്തുകയാണ്. എന്തായാലും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ പ്രവർത്തകരും ഇങ്ങോട്ട് എത്തിച്ചേരും. ഇനി ഇവിടെ ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലുമുണ്ട്. സൂപ്രണ്ട് ഇവിടെ നിലവിൽ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ റിലീസ് ഓർഡർ എന്തായാലും സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ സൂപ്രണ്ട് ഉൾപ്പെടെ എത്തിയതിന് ശേഷമായിരിക്കും ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക. റിജിത്ത്, നമുക്കറിയാം ഈ കേസിലെ CPM-ന്റെ പ്രധാനപ്പെട്ട 4 നേതാക്കളുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമനുണ്ട്. അതോടൊപ്പം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള K മണികണ്ഠൻ, മുൻ ലോക്കൽ സെക്രട്ടറിമാരായിട്ടുള്ള രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ജയിലിലുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ, അതായത് ഇവിടെ ഈ പ്രതികളെ സന്ദർശിക്കാൻ എത്തിയ നേതാക്കൾ ഈ കേസിലെ 1-ാം പ്രതി പീതാംബരനെ ഉൾപ്പെടെ സന്ദർശിക്കുകയും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തേടാം എന്നാണ് കരുതുന്നത്. മാഷ്, എത്ര സമയമാകുമ്പോഴത്തേക്കും ഈ റിലീസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? 9 മണിക്ക് മുമ്പേ ഉണ്ട്. 9 മണിക്ക് തന്നെ മുമ്പേ ഉണ്ടാവും. 9 മണിക്ക്. എന്താണ് ഇവിടുത്തെ ഒരു നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് ഇനി? അല്ല, അത് സൂപ്രണ്ട് തീരുമാനിക്കുന്നതല്ലേ. നമ്മൾ ഇത് ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തു. ഇനിയിപ്പോൾ സൂപ്രണ്ട് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യും. സ്വീകരണം എങ്ങനെയാണ് ഇവിടെ? ഒരു സ്വീകരണവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞല്ലോ. CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ ജില്ലയിൽ ഒരു സ്വീകരണവും നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കാസർഗോഡ് ആ രീതിയിലുള്ള സ്വീകരണം ഇല്ല എന്ന് നേരത്തെ കാഞ്ഞങ്ങാടൊക്കെ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നിശ്ചയിച്ചിരുന്നു. ആ പരിപാടികളൊക്കെ എന്തായാലും മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ജയിലിന് മുന്നിൽ എന്തായാലും പ്രതികൾക്ക് സ്വീകരണം നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പ്രവർത്തകരും നേതാക്കളും ഇങ്ങോട്ട് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്.
ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിന് പിന്നാലെ പെരിയ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ 4 പ്രധാന CPM നേതാക്കൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം അവരെ സ്വീകരിക്കാൻ ജയിലിന് പുറത്ത് എത്തിയിട്ടുണ്ട്. സൂപ്രണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഏതാണ്ട് 9 മണിയോടുകൂടി ജയിലിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്.